ആദ്യഘട്ടത്തിൽ മോദി പറഞ്ഞിരുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മോദി ഗ്യാരണ്ടി ആയിരുന്നു. നാരീശക്തി. രണ്ടാം ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് നാരീശക്തി വന്നു. മൂന്നാം ഘട്ടം പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പച്ചയായിട്ടുള്ള വർഗീയ പ്രസംഗവുമായിട്ട് മോദി രംഗത്ത് വരുന്നത്. അത് അവിടെ കൊണ്ട് നിർത്തിയില്ല. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും ഇത് കൂടുതൽ ആളിക്കത്തിക്കുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, ഒരു പാർട്ടിയുടെ നേതാവാണ്. ഇത് ഈ കണക്ക് വന്ന ഇതിലൊരു രസകരമായിട്ടൊരു കഥയുണ്ട്. ആ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് വലിയ പരാതിയാണ്. ഒരു മിനിറ്റ്. തോപ്പിൽ ബാസി പണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കായംകുളം ദ്വയാംഗ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പ്രചരണത്തിനായി ഏതാണ്ട് അതിനടുത്ത പ്രദേശങ്ങളിൽ വന്നു. തോപ്പിൽ ബാസിക്ക് അന്നൊരു കാറുണ്ട്. ഈ കാർ ഓടുന്ന വഴിക്ക് പണിമുടക്കും. പിന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് കല്യാൺ തള്ളി മാറ്റിയാലേ ഈ കാറ് മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ കല്യാണി എന്നാണ് ഈ കാറിന് നാട്ടുകാരിട്ടിരിക്കുന്ന പേര്. അപ്പോൾ അത് ഈ കാറ് റിപ്പയർ ചെയ്യാനായിട്ട് നാട്ടുകാരും മറ്റേ തോപ്പിൽ ബാസിയുടെ ഡ്രൈവർ ചെല്ലപ്പനും കൂടെ സമയം ചെലവഴിക്കുമ്പം തോപ്പിൽ ബാസി സമീപത്തുള്ള വീടുകളിലെല്ലാം കയറി വോട്ട് ചോദിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി വരുന്നു, വണ്ടി മാറ്റണം എന്ന് പറയുന്നത്. വണ്ടി മാറ്റാൻ പറ്റില്ല എന്ന് തോപ്പിൽ ബാസി പറയുന്നു. പ്രധാനമന്ത്രിക്ക് പ്രത്യേക പവർ ഇല്ല. പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്, എനിക്കിവിടെ ചില അധികാരങ്ങളുണ്ട്. ആ ആർഗ്യുമെൻറ്റിൽ നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ പൈലറ്റ് വാഹനം വരുന്നു, പോലീസ് ഇടപെടുന്നു, ഈ കാര്യങ്ങൾ അറിയുന്നു. പ്രധാനമന്ത്രി നെഹ്റു തന്നെ പറഞ്ഞു, അവിടെ പ്രചരണം നടത്തിക്കോട്ടെ, ഞാൻ കോൺഗ്രസ് നേതാവായിട്ടാണ് ഇവിടെ വന്നത്, ഞാനും അയാളുടെ പ്രചരണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പ്രചരണത്തിന് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ഇന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ആൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ റഫറിയായിട്ട് നിൽക്കേണ്ട കമ്മീഷൻ എന്ത് ചെയ്യുന്നു? റൈറ്റ്.